നമസ്കാരം. ഇറാന്റെ മിസൈലുകൾ തീതുപ്പുന്നത് ബ്രിട്ടനിൽ നുഴഞ്ഞു കയറുന്ന ഇറാൻ പട. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുവാൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കുവാൻ അനുമതി നൽകിയതിന് രൂക്ഷ വിമർശനവുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി ഇപ്പോൾ രംഗത്തെത്തി. ബ്രിട്ടീഷ് പൗരന്മാരിൽ ഏറിയ പങ്കും ഇസ്രായേൽ അമേരിക്കയുടെ യുദ്ധ താല്പര്യങ്ങളിൽ പങ്കുചേരാൻ താല്പര്യപ്പെടാത്തവരാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവഗണിക്കപ്പെടുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചെയ്തിരിക്കുന്നത്. സ്വയം പ്രതിരോധത്തിനായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുവാൻ ഇറാൻ അവകാശമുണ്ട് എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയായ അരഗാച്ചിയുടെ വാദം. അതേസമയം ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കുവാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുന്നത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയത്. ഇതൊരു വൈകിയ പ്രതികരണമാണ്. അതിൽ നിരാശ മറച്ചുവെക്കാതെ തന്നെ ട്രംപ് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമാണ്. കാരണം നമ്മുടെ ബന്ധം അത്രത്തോളം മികച്ചതാണ് എങ്കിലും ഇതുപോലൊന്ന് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ട്രംപ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു ബ്രിട്ടൻ. എന്നാൽ ആ ദ്വീപ് ഉപയോഗിക്കുവാൻ ബ്രിട്ടൻ അമേരിക്കയെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി വേഗത്തിൽ ബ്രിട്ടൻ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് തന്നെ യുദ്ധം മറ്റൊരു രീതിയിലായതിനൊക്കെ ട്രംപ് വിലയിരുത്തപ്പെടുന്നുണ്ട്. ബ്രിട്ടന്റെ നടപടിയെയും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണ ശ്രമം നടത്തുകയുണ്ടായി. ദുബായിലെ ഡ്രോണുകൾ തകർത്തിരിക്കുന്നു. സൗദിയിലും കുവൈറ്റിലും വിവിധ മേഖലകളിൽ ആക്രമണം തടഞ്ഞിരിക്കുന്നു. ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് നല്ല വർഷമായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി ഇപ്പോൾ നൽകുന്നത്. കാരണം പുതിയ പ്രസ്താവനയിൽ മുജ്തബ ഖമേനിയുടെ നിലപാട് വ്യക്തമാവുകയാണ്. തുർക്കിയിലേക്കും ഒമാനിലേക്കും ആക്രമണം നടത്തിയത് ഇറാൻ അല്ല എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോഴും അവയെല്ലാം ഇസ്രായേൽ നടത്തിയ ആൾമാറാട്ട ആക്രമണമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. തലമുതിർന്ന നേതൃത്വത്തെ വധിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന ശത്രുക്കളുടെ മോഹം തകർന്നുപോയി എന്നാണ് മുജ്തബ ഖമേനിയുടെ പ്രസ്താവന. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ സമാധാനത്തിന് മുൻകൈ എടുക്കാമെന്ന പുതിയ വാഗ്ദാനവും ശ്രദ്ധേയമാണ്. യുദ്ധം തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന അമേരിക്കൻ അവകാശവാദത്തെയും ഇറാൻ പരിഹസിച്ചു തള്ളുകയാണ്. അമേരിക്ക അവകാശപ്പെട്ടതല്ല സംഭവിക്കുന്നത് എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയുടെ പരിഹാസം. ഇറാന്റെ വ്യോമ പ്രതിരോധം തകർന്നു എന്ന് അമേരിക്ക അവകാശപ്പെട്ട ശേഷമാണ് F-35 വിമാനം ഇറാൻ വീഴ്ത്തിയിട്ടത്. ഇറാന്റെ നാവികസേന തകർന്നെന്ന് അവകാശപ്പെട്ട ശേഷമാണ് USS ജെറാൾഡ് ഫോർഡിന് പിന്തിരിയേണ്ടി വന്നത്. എബ്രഹാം ലിങ്കന് ദൂരേക്ക് മാറേണ്ടി വന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതാണ് എന്ന് പറഞ്ഞ് ഇറാൻ പരിഹസിക്കുകയാണ്. ഒന്നുമല്ലെങ്കിലും ഇനി ഇറാന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് നെതന്യാഹുവിനെ വധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതും ഇപ്പോൾ ഈ ഇസ്രായേലിലേക്ക് തന്നെയാണ്. പക്ഷെ അപ്പോഴും അവകാശവാദങ്ങൾ പലതുമായിട്ട് എത്തപ്പെടുന്ന ട്രംപിനോട് പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ: നിങ്ങൾ ബ്രിട്ടനെ കൂടെ കൂടുപിടിച്ച്, അല്ലെങ്കിൽ ബ്രിട്ടൻ നിങ്ങൾക്ക് നൽകുന്ന സൈനിക താവളങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രിട്ടനിലേക്ക് മിസൈൽ അയക്കുവാനും ഇറാൻ മടിക്കില്ല എന്നുള്ളതാണ്. ബ്രിട്ടനിലേക്ക് അങ്ങനെ നുഴഞ്ഞു കയറി ഇറാൻ പട മിസൈലുകൾ വർഷിക്കുമെന്നും ബ്രിട്ടനിലും വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ പടയുടെ നുഴഞ്ഞു കയറ്റം ബ്രിട്ടനിലേക്ക് ഉണ്ടാകും. ഇറാന്റെ മിസൈലുകളിൽ ബ്രിട്ടനിൽ തീഗോളം തീർത്ത് ചുട്ടരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തപ്പെടുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ അബ്ബാസ് അർഗാച്ചി നൽകുന്നുണ്ട്.